നമസ്തേ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ വലിയൊരു വിപ്ലവകരമായ പ്രസ്താവന നടത്തിയത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഗാന്ധിയുടെ ഘാതകൻ ഗോഡ്സെ തന്നെയാണെന്ന് ഇനിയും തുടർന്ന് പഠിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്താണാവോ? ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ അല്ല എന്ന് പഠിപ്പിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇനി ഗാന്ധി ഉടലോടെ സ്വർഗത്ത് പോയി നിങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞോ? ആർക്കറിയാം. എന്തായാലും ശിവൻകുട്ടി സാറ് ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണേ. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണെന്ന് പഠിപ്പിക്കണം. ഗോഡ്സെയുടെ സംഘടന ഹിന്ദു മഹാസഭയായിരുന്നു എന്നുള്ള ചരിത്ര സത്യവും പഠിപ്പിക്കണം. ഈ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു പിന്നീട് CPIയുടെ നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജി എന്നുള്ളതൊക്കെ ഇതിൽ ചേർക്കണം. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പിന്നീട് പാർലമെന്റ് അംഗമായത് CPI എന്ന ഇന്ന് PM ശ്രീയെ ഏറ്റവും എതിർക്കുന്ന പാർട്ടിയുടെ പിന്തുണയോടുകൂടി ആയിരുന്നു എന്നുള്ളതൊന്നും ചേർക്കാൻ മറന്നു പോകരുത്. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിക്ക് പിന്നീട് പല പല സ്ഥാനമാനങ്ങളും നൽകിയത് നെഹ്റു ആയിരുന്നു എന്നുള്ളതും അതിൽ വരണം. കാരണം ഈ ഗാന്ധിയെ കൊന്ന സംഘടനയുടെ പ്രസിഡന്റിന് എന്തിനാണ് നെഹ്റു ഇത്ര വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ നിഗൂഢമായ കാര്യങ്ങളാണല്ലോ. ആ ദുരൂഹതയൊക്കെ എന്താണെന്നൊക്കെ കുട്ടികളൊന്ന് വായിച്ച് മനസ്സിലാക്കട്ടെ. പിന്നെ ഗോഡ്സെ എഴുതിയ വലിയ വാറോലകളുണ്ടത്രേ, ഞാൻ എന്തിന് ഗാന്ധിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ റെഫറൻസിനൊക്കെ കൊടുക്കണം കുട്ടികൾക്ക്. കുട്ടികൾ എല്ലാ ഭാഗങ്ങളും വായിച്ചു പഠിക്കട്ടെ. അപ്പോൾ അതൊക്കെയല്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞതിൽ നിന്നൊന്നും ശിവൻകുട്ടി സാറ് പിന്നോട്ട് പോകരുത്. കുട്ടികൾ പച്ചയായ ചരിത്രം തന്നെ പഠിച്ചു വളരട്ടെ. പിന്നെ മറ്റൊരു വലിയ സന്തോഷം ഇന്നുള്ളത് എന്താന്ന് വെച്ചാൽ കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചു കയറ്റിയതായി മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.